ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സോയ ചങ്ക്സ് റോസ്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഉപ്പൊക്കെ ഇതിനുള്ളിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത സോയ ചങ്ക്സ് ഒക്കെ. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞു വാരി എടുക്കണം കേട്ടോ. സോയ ചങ്ക്സ് കഴുകുമ്പം ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ നമ്മളൊന്ന് കഴുകി 3-4 പ്രാവശ്യമായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഈ സോയ ചങ്ക്സിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതേ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതുമാണ്. ഇതെല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒറ്റ വിസിൽ മാത്രമേ ആകാവൂ കേട്ടോ. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒറ്റ വിസിൽ മാത്രം കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എരിവിന് വേണ്ടി ഒരു വലിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഉള്ളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയോ പുളിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മൾ സോയ ചങ്ക്സ് ഒക്കെ കുക്കറിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സോയ റോസ്റ്റ് ആണിത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
നമ്മളിത് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കും തോറും എന്താ കണ്ടില്ലേ, ഇതിന്റെ കളറൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ആയാലും അപ്പത്തിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിന്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഓഫീസിലൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോകുമ്പോഴേ ആ പാത്രമൊക്കെ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു മണമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് എണ്ണയും മസാലയും ഒക്കെ ചേർത്ത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. പിന്നീട് നിങ്ങൾ എന്നും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതാ കണ്ടില്ലേ, ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കണ്ടോ, നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.